നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ കോൺഗ്രസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് വലിയ ഒരു പോരായ്മയാണെന്നാണ് എല്ലാവരും പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ട് ഇപ്പോൾ 2 മാസത്തോളം ആകുന്നു. ഇതുവരെ പുതിയൊരു അധ്യക്ഷനെ കണ്ടെത്തിയിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനു മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പും അടുത്തു വരുമ്പോൾ യൂത്ത് കോൺഗ്രസിനെ സമരരംഗത്തിറക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം അതിനൊരു സ്ഥിരം അധ്യക്ഷൻ ഇല്ല എന്നുള്ളതാണ്. അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്നുള്ള ആവശ്യം ശക്തമാവുകയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവും വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തല പരസ്യമായി തന്നെ അബിൻ വർക്കിക്ക് വേണ്ടി വാദിക്കുകയാണ്. അബിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കണം എന്നുള്ള ഉറച്ച നിലപാടാണ് രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചിരിക്കുന്നത്. KC വേണുഗോപാലിൻ്റെ ആളായ ബിജു ചുള്ളിയിൽ മത്സരരംഗത്തുണ്ടെങ്കിലും അബിൻ വർക്കിയെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്നുള്ള വാദത്തിനാണ് ഇപ്പോൾ കൂടുതൽ പേർ അനുകൂലിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം വോട്ട് കിട്ടി ജയിച്ചയാളാണ് അബിൻ വർക്കി. അതുകൊണ്ട് തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഇപ്പോൾ അബിൻ. സംസ്ഥാന പ്രസിഡന്റ് മാറുമ്പോൾ ചുമതല ലഭിക്കേണ്ടത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി വിജയിച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് തന്നെയാണെന്നും അതുകൊണ്ട് അബിൻ വർക്കിയെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്നുമാണ് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളെല്ലാം വാദിക്കുന്നത്. VD സതീശനാകട്ടെ മനസ്സ് തുറന്നിട്ടില്ല. KC വേണുഗോപാൽ തൻ്റെ അനുയായിയായ ബിജു ചുള്ളിലിന് വേണ്ടി നിലകൊള്ളുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ബിജു ചുള്ളിയിൽ KC വേണുഗോപാലുമായി വളരെ അടുപ്പ ബന്ധമുള്ള ആളാണ്, വളരെ അടുത്ത ആളാണ്, ആലപ്പുഴ ജില്ലക്കാരനാണ്. എന്നാൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പിൻ്റെ പ്രോസസ്സിങ്ങിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ ഒന്നിലും ബിനു ചുള്ളിലിൻ്റെ പേര് ഉണ്ടായിട്ടില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ചോദ്യം അബിൻ വർക്കിയെ പിന്തുണയ്ക്കുന്നവരും രമേശ് ചെന്നിത്തല വിഭാഗക്കാരും ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് അബിൻ വർക്കിക്ക് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൂടുതൽ സാധ്യത എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ നിയമാവലി പ്രകാരവും അതിൻ്റെ ഭരണഘടനാ പ്രകാരവും അബിൻ വർക്കിയാണ് രണ്ടാമത് വോട്ട് നേടി ലഭിച്ച ആൾ അബിൻ വർക്കി ആയതുകൊണ്ട് അദ്ദേഹത്തെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നുള്ളതാണ് ചട്ടം. ഈ ചട്ടം മറികടക്കാനാണ് ചുള്ളിയിലിൻ്റെ പേര് നിരന്തരമായി KC വേണുഗോപാൽ പക്ഷം ഉയർത്തുന്നതെന്നും KC വേണുഗോപാലിൻ്റെ പിന്തുണ ചുള്ളിയിലാണെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കം നടത്തുന്നതെന്നും രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവരും അബിൻ വർക്കിയെ അനുകൂലിക്കുന്നവരും പറയുന്നു. VD സതീശൻ്റെ നിർണായക ഇടപെടൽ ഇക്കാര്യത്തിലും ഉണ്ടായിട്ടില്ല. കാരണം നിയമസഭാ കക്ഷി നേതാവ് എന്നുള്ള നിലയിൽ VD സതീശന് വലിയൊരു അല്ലെങ്കിൽ വലിയൊരു അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം എപ്പോഴും ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ തേടും. എന്നാൽ അത് തുറന്നു പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ആര് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായാലും എനിക്കൊന്നുമില്ല എന്നുള്ള മട്ടിലാണ് അത്ര VD സതീശൻ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇനി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിച്ചിടാൻ കഴിയില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് കേവലം 2 മാസമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. യൂത്ത് കോൺഗ്രസ് ശക്തിയായി സമരരംഗത്ത് ഇറങ്ങേണ്ട സമയമാണ്. അപ്പോൾ ആ സമയത്ത് സംസ്ഥാന അധ്യക്ഷൻ ഇല്ലാതിരിക്കുക എന്നാൽ ആയുധമില്ലാതിരിക്കുക, ആക്രമിക്കാനുള്ള ആയുധം നഷ്ടപ്പെടുത്തുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഉടൻ തന്നെ യൂത്ത് കോൺഗ്രസിൽ സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടാകണം. അത് രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം ഏറ്റവും അധികം വോട്ട് നേടി വിജയിച്ച അബിൻ വർക്കി തന്നെ ആയിരിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാവരും കരുതുന്നത്. ഹൈക്കമാൻഡിനും ഏറെക്കുറെ അതേ അഭിപ്രായമാണെന്ന് തോന്നുന്നെങ്കിലും KC വേണുഗോപാൽ ഒരു പേര് പറഞ്ഞാൽ അതിനെ എതിർക്കുക ഹൈക്കമാൻഡിന് അസാധ്യമാണ്. അതുകൊണ്ട് KC വേണുഗോപാലിൻ്റെ ചുള്ളിയിലും ഈ പറയുന്ന അബിൻ വർക്കിയും തമ്മിലുള്ള ഒരു നേതൃസ്ഥാനത്തിന് വേണ്ടിയുള്ള ഏറ്റുമുട്ടൽ അത് ശക്തമായി തുടരുമ്പോഴും കേരളത്തിലെ പ്രമുഖ നേതാക്കളെല്ലാം അബിൻ വർക്കി തന്നെ സംസ്ഥാന അധ്യക്ഷനാകണമെന്ന് വാദിക്കുന്നവരാണ്. കാരണം ചട്ടപ്രകാരവും നിയമപ്രകാരവും യൂത്ത് കോൺഗ്രസിൻ്റെ നിയമാവലി അനുസരിച്ചും 2ാം സ്ഥാനക്കാരനായ അബിൻ വർക്കിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ആകേണ്ടത്.